ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നൊരു പുഡിംഗ് റെസിപ്പിയാണ് ടോഫി പുഡിങ്. അപ്പം നല്ല ടേസ്റ്റിയാണ്, എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഈ ഒരു പുഡിങ് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു പുഡിങ്ങിൻ്റെ ബേസ് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ബേസ് ഉണ്ടാക്കുന്നത് ഈ ഒരു ബിസ്ക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ മേരി ഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അധികം ഫ്ലേവറൊന്നും ഇല്ലാത്ത ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. നല്ല ഫൈൻ പൗഡറൊന്നും ആക്കി എടുക്കണ്ട, ഈ ഒരു രീതിക്ക് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ബട്ടറാണ്. അപ്പം ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് വേണം ഒരു പുഡിങ്ങിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അല്ല 1.5 ടേബിൾ സ്പൂണൊക്കെ, അത് നിങ്ങളുടെ ആ ഒരു ബിസ്ക്കറ്റ് ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ എത്ര അളവ് വേണോ അതിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് മെൽറ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു ബിസ്ക്കറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇത് ഒരു ബിസ്ക്കറ്റിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. അപ്പം ഇതാണ് ഈ ഒരു പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗവും ഈവണാകുന്ന രീതിയിൽ വേണം ഇത് ലെവൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഈ ഒരു ബട്ടർ ബിസ്ക്കറ്റിൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കിയിട്ടെടുക്കാം. പെട്ടെന്ന് സെറ്റ് ആവണമെങ്കിൽ ഫ്രീസറിൽ വെച്ചാൽ മതി. ഇനി വേണ്ടത് ഇതേപോലെയുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പം നിങ്ങൾ എത്ര വേണോ അതിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിവിടെ 380 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ എടുക്കുന്ന പുഡിങ്ങിൻ്റെ ട്രേക്ക് അനുസരിച്ചിട്ട് വേണത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ബോയിൽ ചെയ്തിട്ട് എടുക്കാം. ഒന്ന് പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് വേണം. ഇത് ടോഫി ആക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് മുങ്ങത്തക്ക രീതിയിൽ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു 3 വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂറോളം നമ്മളതിനെ വേവിച്ചിട്ട് എടുക്കണം. എന്നാലിത് അതിന് ശേഷം തന്നെ നമുക്ക് ഈ ടോഫി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ ടോഫി ഉണ്ടാക്കാറ്. ഇനി ഇത് ആ ഒരു ടോഫി വേവുന്ന ടൈം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇതൊക്കെ സെക്കൻഡ് ലെയറിൻ്റെ അത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ടോഫി ലെയർ വരുന്നത് 3rd ലെയറാണ്. സെക്കൻഡ് ലെയർ നമ്മൾ കൊടുക്കുന്നത് മിൽക്ക് അതിൻ്റെ ലെയറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചൈന ഗ്രാസ് എടുത്ത് നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് 10 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് സോക്കായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ പാല് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇതേപോലെ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മെൽട്ടായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ഇതേപോലെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ട ഒരു പാൻ എടുക്കുക. അതിലേക്ക് 1/2 ലിറ്റർ 500 ml പാല് ഒഴിച്ച് കൊടുക്കുക. അപ്പം നമ്മൾ പുഡിങ്ങിന് വേണ്ടി പാലെടുക്കുമ്പം നല്ല ഫാറ്റ് കണ്ടൻറ്റുള്ള പാല് തന്നെ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. അതാവുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ ആഡ് ചെയ്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടുക. പിന്നെ ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചൈന ഗ്രാസ് കൂടെ ഇതിലേക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു പാല് ചൈന ഗ്രാസ് ഒരുമിച്ചിട്ട് ഇതാക്കുമ്പം പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റായിട്ട് രണ്ടും ചെയ്തെടുക്കാവുന്നതാണ്. പാല് വേറെ തന്നെ ചൂടാക്കി എടുക്കുക. ചൈന ഗ്രാസ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേറെ തന്നെ ചൂടാക്കി എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. രണ്ടും ഒരേ ടെമ്പറേച്ചറിൽ ആവാൻ ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോകും. ഈ ഒരു രീതിക്ക് ചെയ്യുമ്പോൾ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് അതേപോലെ ചെയ്തെടുക്കുക. അഥവാ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട. നമുക്ക് ഒരു മിക്സിയിലിട്ടിട്ട് ഇത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്താൽ തന്നെ അത് റെഡിയായി കിട്ടും. അപ്പം ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് ലെയർ. അപ്പം ഇത് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കരുത്. അധികം തിളക്കാൻ അനുവദിക്കും എനിക്ക് തോന്നുന്നു. അതുപോലെ വെക്കുമ്പോഴാണ് ഇത് പിരിഞ്ഞു പോകുന്നത്. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ ഫ്ലെയിം ഓഫാക്കി ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഒരു പാല് നന്നായിട്ട്
സെറ്റായിട്ടുണ്ട്. അപ്പോൾ അധികം സെറ്റാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് അധികം ചൂടോടെ ഒഴിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ആ ഒരു പാത്രത്തിൽ നിന്ന് അത് സെറ്റാവാൻ അനുവദിക്കരുത്. അപ്പം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗവും ലെവലാക്കി കൊടുക്കാം. സെക്കൻഡ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രീസറിലോട്ടേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ തേർഡ് ലെയറായ ടോഫി ഇതാ വേവിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ടോഫി വന്നിട്ടുണ്ട്, ഒരു മിൽക്ക് മെയ്ഡ്. അപ്പോൾ ഇത് ചൂടൊക്കെ നല്ലോണം പോയതിന് ശേഷം മാത്രം ഇത് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് കണ്ടോ, ടോഫി ഇവിടെ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടത് മിക്സ് ആക്കിയിട്ട് നല്ലോണം അടിച്ചെടുക്കണം. മിക്സിയിലിട്ട് വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാം. അതിൽ കുറച്ച് ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ കുറച്ച് പാലോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വിപ്പിംഗ് ക്രീമോ ആഡ് ആക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കുക. അധികം ലൂസാക്കി എടുക്കേണ്ട. ആ ഒരു തേർഡ് ലെയർ ആ ഒരു സെറ്റാവുന്ന ആ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ച് വേണം. അധികം ലൂസിലാവുമ്പോൾ ഇത് പെട്ടെന്ന് സെറ്റായി കിട്ടില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് തേർഡ് ലെയർ സെറ്റാക്കി എടുക്കാം. നമ്മൾ ഫസ്റ്റ് ലെയർ സെറ്റായതിനു ശേഷം മാത്രം തേർഡ് ലെയർ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതാ തേർഡ് ലെയർ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് ഇതുകൂടെ ഒന്ന് എല്ലാ ഭാഗവും നല്ല രീതിക്ക് തന്നെ ആക്കി കൊടുക്കാം. തേർഡ് ലെയറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് അത് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് നട്ട്സൊക്കെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് തന്നെ മുകളിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പുഡിങ് നമ്മൾ നന്നായിട്ട് സെറ്റായത് നല്ലോണം തന്നെ തണുപ്പിച്ചതിന് ശേഷം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. എന്നാലാണ് ഇതിൻ്റെ ഒരു റെഡിക്കുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ടോഫി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം തണുപ്പിച്ചതിന് ശേഷം ഇത് കഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് വയ്ക്കാം. ഓവർനൈറ്റ് സെറ്റാകാൻ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അത്രയും ഇതിൻ്റെ ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ നമ്മൾ തലേന്ന് ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് ഉപയോഗിക്കുമ്പോഴാണ് കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.